Hi Sundaris, അപ്പോൾ എല്ലാവർക്കും യാർസുണ്ടയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് പ്ലെയിൻ ആണ്, ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്റ്റിക്കർ എന്തെങ്കിലും ഒട്ടിക്കാമെന്ന് വിചാരിച്ചു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ട്, നമുക്കത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ അൺബോക്സിങ് വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരു പാക്കേജിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാക്കേജിലാണ് വരുന്നത്. ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 299 റുപ്പീസാണ് വരുന്നത്. പക്ഷേ ഇത് ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. നമുക്കിത് ഓഫറിൽ കിട്ടിയതാണ്. 299 റുപ്പീസിന് നമുക്ക് ഓഫറിന് കിട്ടിയതാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഷിപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അനൂസാണ് തുറക്കണേ കേട്ടോ. ഇത് വെള്ളത്തിന്റെ അല ബബിൾസ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാൾ സ്റ്റിക്കർ എന്ന് പറയുന്നത്. ഇങ്ങനെ വെള്ളത്തിൻ്റെ ടൈപ്പ് വെള്ളത്തുള്ളികളില്ലേ, മഴത്തുള്ളികളുടെ ഒരു ഇതിൽ വരുന്ന കേട്ടോ. ഒരു സ്കൈ ബ്ലൂ കളറാണ് ഇതിന് വരുന്നത്, ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഒരു ബോക്സാണ് ഇത്, നമുക്ക് തുറക്കണം. അപ്പോൾ ഇതിൻ്റെ മോഡലും അതേപോലെ തന്നെ എൻ്റെ പേര് വാൾ സ്റ്റിക്കർ വാൾപേപ്പർ, മോഡലിൻ്റെ നെയിം വാൾ സ്റ്റിക്കർ വാൾപേപ്പർ, ബ്ലൂ വാട്ടർ ഡ്രൂ ഡ്രോപ്സ് ബബിൾസ് മോഡേൺ ഹോം ഡെക്കറേഷൻ സെൽഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കളർ ബ്ലൂ കളറാണ്. ഇത് എക്സ്ട്രാ ലാർജാണ്. അതേപോലെ തന്നെ എൻ്റെ ഡയമെൻഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, എൻ്റെ എമൗണ്ട് വരുന്നത് 1499 പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിയതാണ്. നമുക്ക് 300 രൂപയ്ക്ക് കിട്ടിയത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇതിന് ശരിക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത് 1499 പക്ഷെ നമുക്കിത് ഓഫർ പ്രൈസിൽ 300 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും മാനുഫാക്ചറിങ് മാർക്കറ്റിംഗ് കാര്യങ്ങളും ഒക്കെ അവർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് പ്ലാസ്റ്റിക് കവറാണ്. പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അവർ പൊതിഞ്ഞേക്കുന്നതാണ്. പ്ലാസ്റ്റിക് കവർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഞാൻ കണ്ടിട്ടേ ഇല്ല. പാടാണോ? നമ്മൾ സ്റ്റിക്കറിൻ്റെ ഇപ്പോൾ മൊത്തം പ്ലാസ്റ്റിക് മൊത്തം തുറന്നിട്ടുണ്ട്. സോഫ്റ്റ് അല്ല കേട്ടോ, അത്ര സോഫ്റ്റ് അല്ല. നമ്മൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ പോലെ തോന്നിയായിരുന്നു, പക്ഷെ അത് സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡ് ടൈപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്കിതും കൂടെ തുറന്ന് നോക്കാം. അപ്പോൾ അത് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒട്ടിക്കാനാണ് വിചാരിച്ചേക്കണത്. ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് ഒട്ടിക്കാന്ന് ഓർത്തേക്കണത്. അപ്പോൾ ഇവിടെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റട്ടെ. ഈ ഒരു ഭാഗത്ത് സ്റ്റിക്കറൊക്കെ ഞങ്ങൾ ഒരുവിധം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഒട്ടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ ഇതും കൂടെ തുറന്നിക്കണം, 2 സൈഡും കൂടെ തുറക്കാനുണ്ട്.
ഇങ്ങനെ റോളായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്കർ ഉണ്ട്, ഇങ്ങനെ പശ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, അതിന് ഇഷ്ടമായ ഓക്കെ. ഇതാണ് വാൾ സ്റ്റിക്കർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്കർ ഉണ്ടാവും, പശ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കില്ലേ, അതേപോലെ തന്നെ ഇതിനകത്ത് പശ ഉണ്ടാവും. ഈ പശ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തോരാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വെട്ടിയെടുത്തിട്ട്, എന്തോരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിയെടുത്തിട്ട് ആ ഷേപ്പിൽ നമ്മളിങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഒട്ടിക്കാനായിട്ട് ഇത്രയും വേണ്ടി വരും കേട്ടോ, ഇത്രയും ലെങ്ത്ത് നമുക്ക് വേണ്ടിയാവും. അപ്പോൾ ഇതിങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ ബാക്ക് സൈഡ് പൊളിക്കാം. അപ്പോൾ ഇത് ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ചെയ്തതിൻ്റെ ഒരു ചുളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അത്ര ഇതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല, ഇച്ചിരി ചുളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ ഇങ്ങനെ എടുത്ത് ഒന്നും കൂടെ ശരിയാക്കാവുന്നേ ഉള്ളൂ, നമുക്ക് കുഴപ്പമില്ല. കുറച്ച് ചുളുക്കും കാര്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചുളുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഒട്ടിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചുളുക്ക് വന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഭംഗിയൊക്കെ പോകും. അതുപോലെ ഇങ്ങനത്തെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.
ഞങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ബബിൾസ് ഒരു റൂമിൽ നിറച്ച് ബബിൾസ് പോലില്ലേ. അന്നെ ഇഷ്ടപ്പെട്ട? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്താ മഴത്തുള്ളിയാണ് ഇതാണ് അങ്ങോട്ട് ബബിൾസ് ആണെന്ന്. വെള്ളത്തിന്റെ ഇടയിൽ ഒരാള് ചാടുമ്പോ കൊറേ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരില്ലേ. മഴത്തുള്ളി ഇങ്ങനെയാണ് ഇരിക്കണേ. മഴത്തുള്ളി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബേസിലായിരിക്കും ഇനി വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വലിയ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടൊക്കെ ഒരുപാട് പൈസയും കാര്യങ്ങളും വേണം. അപ്പോൾ നമുക്ക് ചെറിയ എമൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ വാൾപേപ്പേഴ്സൊക്കെ മേടിക്കുവാണെങ്കിൽ ഇതുപോലത്തെ അല്ല, ഇങ്ങനത്തെ ഒരുപാട് ടൈപ്പ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നോക്കിയിട്ട് നല്ലൊരു ടൈപ്പ് ഇങ്ങനത്തെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ കളർഫുൾ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ നല്ല ആക്ടറായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ കണ്ടില്ല, നേരത്തെ ഞങ്ങൾ ഇൻട്രോ പറഞ്ഞ ഒരു ഇതും ഇപ്പോൾ നിൽക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പ്ലെയിനായിട്ടൊരു മതിലിടുന്നേക്കാളും നല്ലത് ഇതേപോലത്തെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറച്ചും കൂടെ വരയ്ക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാമില്ല. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ മേടിച്ചിട്ട് റൂമിൽ ഒട്ടിക്കുകയാണെങ്കിൽ ഒരു കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ റൂം. ഇതിപ്പോൾ ഒരു റോളാണ് ഇത്ര ഉള്ളത് കേട്ടോ, ഒരു റോളിനുള്ളതാണ് ഇത്ര ഉള്ളത്. അപ്പോൾ ഓരോ റോളിൽ ഇത്ര മീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റൂം മൊത്തം വേണമെങ്കിൽ അതനുസരിച്ച് റോൾ നമ്മൾ ആഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് വാൾപേപ്പറായിട്ട് മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണത്. നമുക്കിപ്പോൾ നമ്മുടെ അലമാരയിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് കൊടുക്കാം. നമ്മളുടെ സ്റ്റഡി ടേബിളിൽ, ഡൈനിങ് ടേബിളിൽ, അതേപോലെ തന്നെ ടി വിക്ക് ചുറ്റും, ഈ നമ്മളുടെ വിൻഡോയ്ക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്കിങ്ങനെ വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാൾ സ്റ്റിക്കറാണിത്. അധികം എക്സ്പെൻസിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാനുണ്ട്. ഇതിന്റെ പൂവിന്റെയും പിന്നെ പല തരത്തിലുള്ള ഇതിന് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മേടിച്ചാൽ മതി. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, മഴത്തുള്ളി. അനൂസിന്റെ ഡ്രസ്സിന്റെ കളറല്ലേ? ഓക്കെ. നമ്മുടെ മിക്കിച്ചെടിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ. അപ്പോൾ കുറച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നല്ല അടിപൊളിയായിരിക്കും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മിക്കിച്ചെടിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേരോട് ചോദിച്ചു, ചേച്ചി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയുള്ള വീഡിയോയിലും ഇത് തന്നെയായിരിക്കും ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കണ്ട പോലെ തന്നെ ഒരു കളറാണ്, സെയിം അതേ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഒരു ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ പ്രോഡക്റ്റിലും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ യൂട്യൂബേഴ്സ് ക്രിയേറ്റേഴ്സ് ആർക്കെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നെങ്കിൽ വളരെ അഫോർഡബിളായ റേറ്റിലുള്ള നല്ലൊരു വാൾ സ്റ്റിക്കറാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാനൊക്കെ ഇതിന് സാധിക്കും. അതേപോലെ നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കണ്ട പോലെ തന്നെ ആയിട്ടുള്ള സെയിം കളറും സെയിം മെറ്റീരിയലും സെയിം ഡിസൈനുമാണ്. ഒരു ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പ്രോഡക്റ്റ് നമുക്ക് വാൾ സ്റ്റിക്കറായിട്ടല്ല ഉപയോഗിക്കാൻ പറ്റണം. നമുക്ക് പല ആവശ്യത്തിന് വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണിത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വേണ്ടി വേറെ ആൾക്കാർ ചെയ്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ഐഡിയ ആയിട്ട് ചെയ്യാമെന്ന് തരാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ വെച്ചിട്ട്, ഈ ഒരു വാൾ സ്റ്റിക്കർ തന്നെ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഐഡിയാസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത്, കുറേ ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ഐഡിയാസൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഈ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റ് ഒരു റോളെന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കും ഉണ്ടാവുന്നതായിരിക്കും ടോട്ടൽ. അപ്പം നിങ്ങളുടെ റൂമിനനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം വേണ്ടുന്നതനുസരിച്ച് റോൾ ആഡ് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ ഇത് കിച്ചൺ ക്യാബിനറ്റിലും നമുക്ക് യൂസ് ചെയ്യാം, കിച്ചണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാൾ സ്റ്റിക്കറാണിത്. അതേപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിനകത്ത് വെള്ളം വീണാതൊന്നും ഇത് പോവുകയൊന്നുമില്ല. വേറെ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് വാട്ടർ പ്രൂഫാണ്. 100% ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിന് വെള്ളം വീണാലൊന്നും
പോവുകയോ ഒന്നുമില്ല, അതുപോലെ തന്നെ ഒന്നും പറ്റുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് 100% വാട്ടർ പ്രൂഫാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്താണ് കിച്ചണിലും മറ്റുമൊക്കെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു സ്റ്റിക്കർ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഈ ഒരു വാൾ സ്റ്റിക്കർ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.